Hello friends, welcome back to the channel. Happy Women's Day everyone. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് വിമൻസ് ഡേയിൽ അപ്പോൾ ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ രാവിലെ നമുക്ക് എടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെള്ളത്തിലിട്ട് കഴിച്ചാൽ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് എന്ന്. അപ്പോൾ ഇത് ഞാൻ സീഡ്സൊക്കെ ഞാൻ മിക്സ്ഡ് ആയിട്ടാണ് വാങ്ങുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വാങ്ങുന്ന ഒരു ഫാമിലി എന്ന കമ്പനിയുടെ ആണ്. ഇത് സെപ്പറേറ്റ് ആയിട്ടും കിട്ടും, ഷോപ്സിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഈ സീഡ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ടും വാങ്ങാൻ കിട്ടും, ഒരു 100 ഗ്രാം 200 ഗ്രാം അങ്ങനെ. അപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡൊക്കെ അങ്ങനെ വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലാസ് പാല്. ഞാൻ തണുപ്പിച്ചെടുത്ത പാലാണ് ഉപയോഗിച്ചത്. പിന്നെ ഈ നമ്മൾ ചൂടാക്കി തണുപ്പിച്ചതാണെങ്കിൽ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പാക്കറ്റിന് നേരെ എടുത്തതാണ്. അപ്പോൾ ആദ്യം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു മിക്സി ജാറിലേക്ക് എടുത്തു. പിന്നെ ഒരു നേന്ത്രപ്പഴം, അതും കൂടി നമ്മൾ കട്ട് ചെയ്ത് ഈ മിക്സി ജാറിലേക്ക് എടുക്കണം. ഇതെന്ന് പറിച്ചാലേ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. ഭയങ്കര നമുക്കൊരു എനർജി തരും. നമ്മൾ രാവിലെ ഇത് ഉണ്ടാക്കി കുടിച്ചാലുണ്ടല്ലോ. എനിക്കിങ്ങനൊരു സിറ്റുവേഷനിൽ എന്താ പറയുക, എല്ലാ ഇതും കുറഞ്ഞൊരു സമയമായിരുന്നു. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓരോ സംഗതികളുണ്ടല്ലോ, ഇത്ര കറക്റ്റായിട്ട് വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒക്കെ വോളിയം കുറവായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ആയിട്ട് മുന്നോട്ട് പോയി. അതിലൊന്നായിരുന്നു ഇത്. അപ്പോൾ ഇത് ഭയങ്കര സക്സസ് ആയിരുന്നു കേട്ടോ. മീൻസ് ഈവൻ ഞാൻ ഭയങ്കര ഒരു മെലിഞ്ഞ ഒരാളായിരുന്നു. അപ്പോൾ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്തൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഈ നേന്ത്രപ്പഴം കുറച്ച് കട്ട് ചെയ്ത് ഈ മിക്സി ജാറിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഞാൻ വലിയ മിക്സി ജാറാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്ത ശേഷം അതിലേക്ക് പിന്നെയാണ് ഞാൻ പാല് ചേർത്തത്. അല്ലെങ്കിൽ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ശരിക്കും അരിഞ്ഞ് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് എടുക്കുകയാണ്. നല്ല സ്മൂത്തായിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പീസസൊക്കെ ഉണ്ടാവും. ഈ ഡേറ്റ്സൊക്കെ ഒന്ന് ഗ്രൈൻഡായി കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. നമ്മൾ വെള്ളത്തിലിട്ടാലും ചില സമയത്ത് അതിൻ്റെ പീസസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ വളരെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, പിന്നെ രാവിലെ ഒരു നല്ല എനർജി, രാവിലെ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്തവർക്ക്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്നൊരു ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഈ സീഡ് മിക്സിൽ പലതരത്തിലുള്ള സീഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും നമുക്ക് സെപ്പറേറ്റ് വാങ്ങിയിടാവുന്നതാണ്. എന്തൊക്കെയാണ് നമ്മളെ കയ്യിലുണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫാമിലി എന്ന കമ്പനിയുടെ ആണ്. ഇപ്പോൾ ഞാൻ കുറേ തവണയായിട്ട് അവിടെ വാങ്ങിയിട്ടുണ്ട്. ഞാനിത് ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ചില സമയത്ത് അവരെ പല വെറൈറ്റീസ് ഉണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആയാലും പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ സീഡ്സാണ് ഉള്ളതെന്ന് ഇതിലുണ്ട്. സൺഫ്ലവർ സീഡ്സ്, വാട്ടർമെലൺ സീഡ്സ്, പംകിൻ സീഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡ്സ് ഞാൻ സെപ്പറേറ്റ് വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ കുറച്ചൊരു ഹെൽത്ത് നന്നാക്കാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനും നോക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക.